നമസ്കാരം. വിഷുഫലം. വിഷുഫലത്തിൽ രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഈയൊരു വർഷക്കാലഘട്ടം ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്നെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു വിഷുഫലത്തിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ദോഷഫലങ്ങളാണ് കൂടുതൽ വരുന്നത്, ഗുണഫലങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. കൃത്യമായി ജാതകം പരിശോധിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുക. വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ ഇപ്പോൾ രാശി മാറുകയാണ്. ഈ രാശിമാറ്റത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുകയും ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അതിനും കൂടി പരിഹാരം ചെയ്തു പോയാൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും. ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരം എന്ന വണ്ണം നിത്യവും നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹ തടസ്സമാണോ അല്ലെങ്കിൽ ജോലി തടസ്സമാണ്, വിദ്യാഭ്യാസ തടസ്സമാണ് എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. ആ പേരും നാളിലും ആ ആവശ്യം പറഞ്ഞ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രാർത്ഥനയിലും പൂജയിലും ഉൾപ്പെടുത്തും. ഒരു ചെറിയൊരു നേട്ടം അല്ലെങ്കിൽ ചെറിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധിച്ചാൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ വിഷുഫലത്തിൽ രോഹിണി നക്ഷത്രത്തിൽ ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈശ്വര പ്രാർത്ഥനകളാലും സൽക്കർമ്മങ്ങളാലും തൊഴിൽ മേഖലയിൽ പരാജയങ്ങളെ ഒഴിവാക്കി വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും സാധിക്കും. നിങ്ങളുടെ കഴിവിൽ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ